1850 രൂപയ്ക്ക് വീട് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഈ 1850 രൂപയ്ക്കല്ല ഇത് ചെയ്തിരിക്കുന്നത്. 2024 എഗ്രിമെന്റ് പ്രകാരം 1750 രൂപയ്ക്കാണ് ഇത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ ഇമ്മാനുവൽ ബിൽഡേഴ്സിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻക്വയറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പലർക്കും സംശയം, അതിനകത്ത് കമൻറ്റുകൾ ഇടുന്നത്, നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നുണ്ട്, പോസിറ്റീവായിട്ട് ഇടുന്നുണ്ട്. പലർക്കുള്ള സംശയം 1850 രൂപയ്ക്ക് വീട് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഈ 1850 രൂപയ്ക്കല്ല ഇത് ചെയ്തിരിക്കുന്നത്. 2024 എഗ്രിമെന്റ് പ്രകാരം 1750 രൂപയ്ക്കാണ് ഇത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അത്രയും ഓക്കെയാണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഈ 1750 രൂപയ്ക്ക് ഇനി ചെയ്യാൻ കഴിയില്ല. മെറ്റീരിയൽസിനൊക്കെ വില കൂടി. 1750 രൂപയ്ക്ക് എഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽസിന് വില കൂടി. പക്ഷേ പുള്ളി എഗ്രിമെന്റും പ്രകാരമുള്ള പൈസ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇനി അതുകൊണ്ട് സ്ക്വയർ ഫീറ്റിന് 100 രൂപ കൂട്ടി 1850 രൂപയ്ക്ക് ഇന്റീരിയർ ഉൾപ്പെടെ ചെയ്ത് കൊടുക്കുകയാണ്. വിശ്വാസം ഇല്ലാത്തവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പലരും പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല, അമിത ലാഭം എടുക്കുന്നവരാണ് അങ്ങനെ പറയുന്നത്. ചെയ്യാൻ പറ്റില്ല, ചെയ്യാനൊക്കെ പറ്റും. തുച്ഛമായ ലാഭമൊക്കെ എടുത്തുകൊണ്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരുപാട് വീടുകൾ അവർ ചെയ്തിട്ടുണ്ട്. ഇനി പാലുകാച്ചൊക്കെ ഒരുപാട് സൈറ്റിലേക്ക് വരാനുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഇത് 2000 സ്ക്വയർ ഫീറ്റ് വീടാണ്, 5 BHK വരുന്ന വീടാണ് കേട്ടോ. അതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ 1750 പഴയ പാക്കേജിൽ ചെയ്ത വീടാണ് ഇത്. ഇതിൻ്റെ ഫസ്റ്റ് ഡോറൊക്കെ ഒന്ന് നോക്കി, എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കും. പ്ലാവിൻ്റെ തന്നെയാണ്, അതിനൊന്നും ഒരു വിട്ടുവീഴ്ച അവർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന പഴയ ഒരു റേറ്റിൽ ഇപ്പോഴത്തെ 1850 ഇത് ചെയ്യാൻ പറ്റും. പഴയ ഒരു 100 രൂപയുടെ വ്യത്യാസമുണ്ട്. അതിലും ഇൻറ്റീരിയലൊക്കെ അവിടെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ പാലുകാച്ച് കഴിഞ്ഞിട്ട് 15 ദിവസമേ ആയിട്ടുള്ളൂ. ഇനി ഇങ്ങനെ ഒരു വീട് വെക്കണമെങ്കിൽ നിങ്ങൾ പഴയതിനെക്കാട്ടും 100 രൂപ കൂടുതൽ കൊടുത്താൽ മതി. അതുപോലെ തന്നെ എല്ലാവരും വീട് പണി കഴിഞ്ഞിട്ട് 5-6 ലക്ഷം രൂപയാണ് ഇൻറ്റീരിയലിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ബഡ്ജറ്റിലോട്ട് പോകും. നമ്മുടെ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ഒരാൾക്ക് ഈ ഒരു ഇൻറ്റീരിയലൊക്കെ ചെയ്തെടുക്കണമെന്നെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ ഇവരെന്താണ് ഇങ്ങനെ ഈ ഒരു റേറ്റിനൊക്കെ ചെയ്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെല്ലാം ബൾക്ക് പർച്ചേസാണ്. ഇപ്പം ഒരു വീടിനല്ല പർച്ചേസ് ചെയ്യുന്നത്, ഒരു 50 വീടിനുള്ള മെറ്റീരിയൽസാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിനാണ് അവർക്ക് സാധനങ്ങൾ കിട്ടുന്നത്. ഈ പാക്കേജിൽ തന്നെയാണ് ഈ പ്രൊഫൈലും ജിപ്സം വർക്കും വരുന്നത്. അതുപോലെ തന്നെ കിച്ചൺ സൈഡിലും അത് ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാക്കേജിൽ ഇത്രയും നല്ലൊരു പ്രൊഫൈൽ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ്. പക്ഷേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, മുകളിലത്തെ ഹാളിലും ചെയ്തിട്ടുണ്ട്. ഒരു വീടിൻ്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുക്കള തന്നെയാണ്. അടുക്കള എത്രത്തോളം ഭംഗിയാണെന്ന് നിങ്ങൾ നോക്കി. അപ്പോൾ ഇലക്ട്രിക് ചിമ്മിനിയാണ്. ഇലക്ട്രിക് ചിമ്മിനി ഇത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഈ പറയുന്ന 1750 രൂപയുടെ ബഡ്ജറ്റിൽ ചെയ്തതാണ്. ആ പാക്കേജിൽ വന്ന ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കിച്ചണിലെ സിങ്കാണ് ഇത് കൂടാതെ തന്നെ വർക്ക് ഏരിയയിൽ ഒരു സിങ്ക് കൂടെ ഉണ്ട് കേട്ടോ. കിച്ചണിലെ സിങ്കാണ്, നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ അടുക്കളയുടെ ഭംഗി എത്രത്തോളം വരുത്താൻ പറ്റുമോ അത്രത്തോളം അവർ വരുത്തിയിട്ടുണ്ട്. ഇനി ചെയ്യുന്ന 1850 രൂപയുടെ പാക്കേജിൽ ഇതെല്ലാം ഉണ്ടാകും കേട്ടോ. ഒന്നിനും ഒരു കുറവും വരുത്തത്തില്ല. അത്രയും ഭംഗിയാക്കാൻ മാത്രമേ ഈ ഇമ്മാനുവൽ ബിൽഡേഴ്സ് ശ്രമിക്കുകയുള്ളൂ. അപ്പം വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്പേസിൽ നല്ലൊരു വർക്ക് ഏരിയ, അവിടെയും കബോർഡ് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2 വീടിനുള്ള സാധനങ്ങൾ ഈ വർക്ക് ഏരിയയിലും കിച്ചണിലുമായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നുണ്ടോ, എത്രമാത്രം ഉണ്ടെന്ന് നോക്കി. മുകളിൽ, മിഡില്, അതുപോലെ തന്നെ താഴെ, ഇതിവിടെ എല്ലാം നല്ല രീതിക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഇതിൽ ആ പാക്കേജിൽ വരുന്നതാണ് കേട്ടോ. ഈ അടുപ്പെല്ലാം ആ പാക്കേജിൽ തന്നെ വരുന്നതാണ്. ചെറിയൊരു സിങ്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക്. ഒരുപാട് വലുതൊന്നും കൊടുത്താൽ നമ്മുടെ സ്പേസ് നഷ്ടമാവും. അതുകൊണ്ട് ചെറിയൊരു സിങ്കും കൊടുത്തിട്ടുണ്ട്. ഹാളിൽ കയറി കഴിയുമ്പം ബെഡ്റൂം, ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമാണ്. അത് ഇവിടെ വന്ന് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. ആ ഇന്ത്യയിലൊക്കെ ചെയ്ത് അത് കറക്റ്റായിട്ട് ഒരു സൈഡിലേട്ട്, എങ്ങനെയാണ് പറയുന്നത്, പ്രൈവസിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല. ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അത്രയും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കബോർഡ് നല്ല നീറ്റായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ പാക്കേജിൽ വരുന്നത്. അത് തുറക്കുന്നില്ല, കാരണം എല്ലാവരും അവരുടെ സാധനങ്ങളൊക്കെ ഇരിക്കണം, അതുകൊണ്ട് ഞാൻ തുറക്കുന്നില്ല. അപ്പം നല്ല ഭംഗിയായിട്ട് കബോർഡും ചെയ്തിട്ടുണ്ട്. തന്നെ ഹാളിൻ്റെ അടുത്തായിട്ട് മറ്റൊരു ബെഡ്റൂമാണ്. അതും നല്ല ഇൻറ്റീരിയർ ഡിസൈനൊക്കെ സൈഡിൽ ചെയ്തിട്ടുണ്ട്. അറിയാത്ത രീതിയിൽ നല്ല ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കിച്ചണിൽ നിന്ന് നേരെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വേണം വരാനായിട്ട്. അതുപോലെ തന്നെ ഫിറ്റിങ്സ് എല്ലാം ജോൺസൺസിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെയറിൻ്റെ ഭംഗിയൊന്നും പറയേണ്ടതില്ലല്ലോ. നല്ല നീറ്റായിട്ട് അതും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ മേളിൽ കയറി കഴിഞ്ഞാൽ മുകളിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം ഈ ഒരു റേറ്റിൽ ചെയ്തതാണ് കേട്ടോ. അത് നിങ്ങളെ കൂടുതൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതും നല്ല പ്ലാവിൻ്റെ കഥ കാണും. പ്ലാവിൻ്റെ ഡോറാണ്. നമ്മുടെ ഫ്രണ്ട് ഡോർ താഴെ എങ്ങനെ ചെയ്തോ അതേ രീതിക്ക് തന്നെയാണ് മുകളിലത്തെ ബാൽക്കണിയിൽ നിന്ന് വരുന്ന ഡോറും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാലോ അത്രയും ഒരു സെറ്റിയൊക്കെ ഇട്ടിരിക്കാനായാലും നല്ല കാഴ്ചകളൊക്കെ ആയാലും കാണാൻ പറ്റും.
ഈ പറയുന്ന 5 സെന്റിൽ ഒരു ശകലം സ്ഥലം പോലും വേസ്റ്റ് ചെയ്തിട്ടില്ല. നല്ല രീതിക്ക് ഈ വീട് അവർ നിർമ്മാണം പൂർത്തീകരിച്ചു കൊടുത്തു. പുള്ളിക്കാരനും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. വരുന്ന ഗ്ലോസി ടൈലാണ് കേട്ടോ. ഗ്ലോസി ടൈൽ അപ്പോക്സി ആണ് വരുന്നത്. അതുപോലെ തന്നെ മുകളിലോട്ട് പ്രൊഫൈലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു എനിക്കൊരു അതിശയം എന്ന് പറഞ്ഞാൽ ഇത് 5 BHK ആണെന്നുള്ളത്. ഈ ഒരു 5 സെന്റിൽ 5 BHK 2000 സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുകയാണ്. അത്രയും നീറ്റായിട്ട്. ഇതാ ഇത് കണ്ടില്ലേ, ഇവിടെയും ഒരു ലൈറ്റ്, ഇവിടെ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂം അതുപോലെ തന്നെ കബോർഡെല്ലാം സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഇവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ബെഡ്റൂമും ഓരോ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പെയിൻറ്റിങ് ഒക്കെ കണ്ടില്ലേ. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ ഇതിൻ്റെ ഓണർ പറഞ്ഞത് പെയിൻറ്റിങ് പൂർത്തിയായിട്ടില്ല, ഇനി പാലുകാച്ച കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ട് പെയിൻറ് കൂടെ ഉണ്ടെന്നാണ്. അതുപോലെ തന്നെ എല്ലാ റൂമിലും കബോർഡ് വർക്ക് ഉണ്ട് കേട്ടോ. കബോർഡ് വർക്ക് എല്ലാ റൂമിലും ഉണ്ട്. അതായത് കണ്ടില്ലേ, നല്ല നീറ്റായിട്ടും ഭംഗിയായിട്ടും ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്ക്. വരുന്നത് ജോൺസൺസിൻ്റെ ആണ്. ജോൺസന്റെ ക്ലോസറ്റ് ഒക്കെയാണ് വരുന്നത്. പഴയന്ന് കയറി വന്നത് പിന്നെ സ്റ്റെപ്പ്, ഞാൻ അങ്ങോട്ടൊന്ന് കയറി നോക്കാം. ഇത് ഓപ്പൺ ടെറസിൽ പോകുന്ന സ്റ്റെപ്പാണ് കേട്ടോ. അപ്പം വെളിയിൽ കൂടെ സ്റ്റെയർ കൊടുക്കാതെ തന്നെ ഓപ്പൺ ടെറസ് അകത്തൂടെ തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇവിടെ വന്നിട്ട് വളരെ സ്പേസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു കോർണർ പോലും അവർ യൂസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്പേസ് ഏറ്റവും ടോപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ടവറാണ്. ടവറും ഇവിടെയും ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കോർണറിൽ നല്ല ഗ്രില്ലൊക്കെ ഇട്ട് ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നീറ്റായിട്ട് തന്നെ അതും ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കി. കാരണം ഒരു ശകലം വേസ്റ്റ് ചെയ്യാതെ, സ്ഥലം വേസ്റ്റ് ചെയ്യാതെ ചെയ്തിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണിത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ വീടിന്റെ ഓണറോട് ചോദിക്കാം കാര്യങ്ങൾ എങ്ങനെയാന്ന്. മറ്റുള്ളവർ പറയുന്ന പോലെയല്ലോ ഓണർ പറയുന്നത്. അപ്പൊ ചേട്ടാ, നിങ്ങൾ ഈ വീട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 1750 രൂപ പാക്കേജിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് എത്ര രൂപ നിങ്ങൾ കൊടുക്കും? ഞങ്ങൾ 5 ലക്ഷം രൂപയാണ് ആദ്യം കൊടുത്തത്. ആ 5 ലക്ഷം രൂപയിൽ നമുക്ക് ഇവിടെ ഒരു പഴയ ഒരു വീടുണ്ടായിരുന്നു. അതിനെ JCBക്ക് അവർ ഇടിച്ച് നിരപ്പാക്കി അവർ ബേസ്മെന്റ് ഉൾപ്പെടെ 5 ലക്ഷം രൂപയാണ് ആദ്യം കൊടുത്തത്. ഓ, അങ്ങനെ ഗഡുക്കളായിട്ട് പൈസ കൊടുത്താണ്. അത് അടുത്ത സ്റ്റെപ്പ്, അടുത്ത കരിങ്കല്ല് കെട്ട്, അടുത്ത കട്ട കെട്ട്. അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള അവർ പറയുന്ന ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഷെഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേയ്മെന്റ് ഷെഡ്യൂൾ അഡ്വാൻസ് 5 ലക്ഷമാണ്. അത് കഴിഞ്ഞ് ബ്രിക്ക് വർക്ക് 3 ലക്ഷം, ലിൻഡിൽ മട്ടൺ 2 ലക്ഷം. അപ്പോൾ ഓരോ ഗഡുക്കളായിട്ട് ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എഗ്രിമെന്റ് പ്രകാരം. അതിൽ കറക്റ്റ് ആയിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരമാണ് അവർ പൈസ വാങ്ങിയിട്ടുള്ളത്. ഇപ്പം ഇതിനെ ഈ പറയുന്ന സമയത്തൊക്കെ മെറ്റീരിയൽസിനൊക്കെ നല്ല വിലയല്ലായിരുന്നു? നല്ല വിലയുണ്ടായിരുന്നു. എന്നാലും അവർ ആദ്യം എങ്ങനെയാണോ നമുക്ക് എഗ്രിമെന്റ് തന്ന 1750 അത് തന്നെയാണ് അവസാനം വരെയും ചെയ്തത്. പക്ഷെ അവരെ ഒരു കണക്കിൽ ഒരു 10 മാസമായിരുന്നു വീടിന്റെ കാലാവധി. പുതിയൊരു വീട് വയ്ക്കുന്ന 10 മാസമാണ്. പക്ഷെ ഞങ്ങളുടേത് 10ഉം ഒരു 6 മാസം കൂടെ കൂടി. എന്നിട്ടും സാധനങ്ങൾക്ക് വില കൂടിയിട്ടും അവർ പഴയ റേറ്റിന് തന്നെയാണ് നമുക്ക് ഈ വീട് താക്കോല് തന്നു. പെട്ടെന്ന് പാല് കാച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും പണികൾ വല്ലതും വെച്ചിട്ടുണ്ടോ ബാക്കി? അതായത് പാല് കാച്ച് നടക്കുന്ന ടൈമിൽ ആൾക്കാരൊക്കെ ഒന്ന് തൊടയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചുവരൊക്കെ അഴുക്കാവുമല്ലോ. അതെ. അപ്പൊ അതിനുവേണ്ടി അവരൊരു 4 ലിറ്റർ പെയിന്റ് മാറ്റി വെച്ചിട്ടാണ് പോയത്. ഇത് കഴിഞ്ഞിട്ട് ഒരു ടച്ചപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നല്ലൊരു വർക്കായിരുന്നു ഇമ്മാനുവൽ ബിൽഡേഴ്സ്. അത് തന്നെ. അതുകൊണ്ട് ഇപ്പൊ ഈ വീടിന്റെ പാലുകാച്ചിന് വന്ന ആൾക്കാരുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു? ഇത് ഈ ഒരു റേറ്റിനാണ് ചെയ്തതെന്ന് പറഞ്ഞു. വന്ന് കണ്ടവരൊക്കെ സത്യം പറഞ്ഞ് ഞെട്ടി എന്നുള്ളതാണ്. അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും ഒരു 34 35-നകത്തായി. അപ്പൊ അത് ഇതിനകത്ത് തീർന്നില്ല എന്ന് അവർ വിചാരിക്കുന്ന ഒരു 40 ലക്ഷം രൂപയോളം ആയി എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. അതന്നെ, ആര് കണ്ടാലും സത്യം പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കുള്ളൂ. പിന്നെ ഈ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയമാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന്. ചെയ്യാൻ കഴിയുന്നവരുണ്ട്. ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് കാണുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പം ഏത് എൻക്വയറിക്ക് വേണമെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ നമ്പർ കാണിച്ചിട്ടില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിരിക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ. പിൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ചിലരൊന്നും അത് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന എല്ലാവരും എൻ്റെ നമ്പറിലോട്ടാണ് കോൺടാക്ട് ചെയ്തത്. കുറേ പേര് അതൊന്നുമല്ല, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.